നമ്പർ പ്ലേറ്റ് ഇട്ടില്ലെന്നേ ഉള്ളൂ. പെരിന്തൽമണ്ണ KL53 മാറി കഴിഞ്ഞ വണ്ടിയാണിത്. വളരെ ലോ കിലോമീറ്റർ ആണ്. അത് നമുക്ക് ജെനുവിൻ പറയാൻ പറ്റുമോ? പീരിയോഡിക്കലി കറക്റ്റ് പോയിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഡൗൺ പേയ്മെന്റ് ഇട്ടാൽ മതി. ഓക്കെ, വേറെ വർക്കൊന്നുമില്ലല്ലോ ഇപ്പൊ ചെയ്യാൻ? നിലവിൽ പെൻഡിങ് വർക്കുകളൊന്നുമില്ല. നിങ്ങൾ സർവീസ് ചെയ്തിട്ടാണോ കൊടുക്കാറ് വണ്ടി? പൊതുവെ ജനറൽ സർവീസ് കോമൺ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ ചെക്കപ്പും നമ്മൾ ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത് അല്ലേ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ ഈ ഇന്നോവ, ഫോർച്യൂണർ, ക്രിസ്റ്റകൾ ഇതൊക്കെ റീവണ്ടികൾ നോക്കുന്നവർ ഏറ്റവും കൂടുതൽ നേരിടുന്നൊരു ബുദ്ധിമുട്ടാണ് NOC കിട്ടാത്തൊരു ഇഷ്യൂ. പലരും എന്നെ തന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഇന്നേ ഷോറൂമിൽ പോയിട്ട് NOC കിട്ടുന്നില്ല, അങ്ങനത്തെ പരാതികൾ പറയാറുണ്ട്. അപ്പം മൊത്തത്തിൽ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ NOC ഡിലേ ആയിട്ടുണ്ട്. പല സ്ഥലത്തും 2 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് NOC കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഡിലേ വരുന്നുണ്ട്. പക്ഷേ അത് കിട്ടും, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ തന്നെയും നിങ്ങൾക്ക് അതിൽ ലോണും ചെയ്യാൻ പറ്റില്ല. ചിലർ ഇങ്ങോട്ടേക്ക് മാറിയതിന് ശേഷം, നിങ്ങൾ ഫുൾ ക്യാഷ് കൊടുത്ത് മാറിയതിന് ശേഷമൊക്കെ ലോണൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്താ, രജിസ്റ്റേർഡ് ആയിക്കഴിഞ്ഞാൽ കുറച്ച് കേരള വണ്ടികൾ കിട്ടിയാൽ അങ്ങനെ ഉണ്ടാവും. ലോണിനും കൊണ്ടുപോകാം, NOCൻ്റെ കാര്യം പേടിക്കേണ്ട. അങ്ങനത്തെ കുറച്ച് വാഹനങ്ങളാണ് ഞാനിത് നിങ്ങളെ പരിചയപ്പെടുന്നത്. പുതിയൊരു ഡീലർ, ഞാൻ ഇതുവരെ കാണിക്കാത്ത ഡീലറാണ്. പക്ഷേ നിങ്ങൾക്കറിയാൻ പറ്റും, പുള്ളി ഓൾറെഡി സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. ഷറഫ് ബായ്, സ്വാഗതം ബ്രോ. വെൽക്കം. ഓക്കെ, അപ്പോൾ പരിചയം ഉണ്ടാവും അല്ലേ? പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും മുന്നേ. ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ്. ഇവരുടെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയാണ്. പ്രീമിയം കാസ് എന്നാണ് ഷോറൂമിൻ്റെ പേര്. ഇതിപ്പോൾ പുള്ളിയുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമ്മളിപ്പോൾ ചെയ്യാണ് അല്ലേ? ഓക്കെ, അപ്പോൾ കൂടുതലും ഈ റീ ആയി കഴിഞ്ഞ വണ്ടികൾ തന്നെയാണ് കയ്യിലുള്ളത്? ഇപ്പോൾ എല്ലാം ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് സ്റ്റോക്ക് റീ വണ്ടികളാണ് ഉള്ളത്. റീ ആയി കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ ഒരു വാഹനം മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്പർ ആവാത്ത. ഓക്കെ, അപ്പോൾ വേറെ സെഗ്മെന്റ് ഇല്ലേ? ചെറിയ വണ്ടികളും എല്ലാം ഉണ്ട്. ചെറിയ വണ്ടികളുണ്ട്, പ്രീമിയം സെഗ്മെന്റ് ഉണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ സെഗ്മെന്റും കാണിക്കുന്നുണ്ട്. എല്ലാ സെഗ്മെന്റും കാണിക്കുന്നുണ്ട്. ഓക്കെ, ടൊയോട്ട വണ്ടികൾ മാത്രമല്ല, ഇവിടുത്തെ കേരള വണ്ടികൾ, വേറെ ചെറിയ സെഗ്മെന്റ് ഒക്കെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് എന്തായാലും നിങ്ങളെപ്പറ്റി അറിയണം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ നോക്കിയിട്ടാണ് വണ്ടികൾ എടുക്കുന്നത്? അവർ ക്വാളിറ്റി കൂടിയ മോഡൽ കൂടിയ വണ്ടികളാണ് നമ്മളത്തെ പൊതുവെ ഉണ്ടാവുക. അതിൽ തന്നെ ലോ കിലോമീറ്റർ ഉണ്ടാവും, പിന്നെ മിഡിൽ സെഗ്മെന്റ് ഉണ്ടാവും, ഫുൾ കമ്പനി ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ടില്ല, വണ്ടി സ്കാൻ ചെയ്ത് എല്ലാം നോക്കിയിട്ട് തന്നെയാണ് എല്ലാം നോക്കിയിട്ടുള്ള പർച്ചേസ് നമ്മൾ ചെയ്യും. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ടോ? ഇൻഷുറൻസ് കോമൺ ആയിട്ട് മോഡൽ കമ്മിയുള്ള വണ്ടികൾ അങ്ങനെയുള്ള രീതിയില്ല. ഇൻഷുറൻസ് ക്ലെയിം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇൻഷുറൻസ് ചെക്ക് ചെയ്തിട്ട് ക്ലെയിമുകൾ കംപ്ലീറ്റ് നമ്മൾ ഡീറ്റെയിൽസ് കസ്റ്റമർക്ക് നമുക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഡീൽ നമ്മൾ ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ മേജർ ആക്സിഡന്റ് എടുക്കാറില്ല, എന്നാലും ചെറിയ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ചെറിയ എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടാണ് ഡീൽ ചെയ്യാറ്. ഇപ്പോൾ എത്ര വർഷമായി ഈ ഫീൽഡിൽ? ഇപ്പോൾ നമ്മളൊരു 13-14 വർഷത്തോളമായിട്ട് ഈ ഫീൽഡിൽ 14 വർഷത്തോളമായി. ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം. നമുക്ക് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അടിപൊളി സ്റ്റോക്കാണ്, സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. വില എങ്ങനെ ഉണ്ടാവും? മാന്യമായ വിലയാണ്. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അപ്പോൾ വീഡിയോ ഇടും അല്ലേ? ഓക്കെ, ആദ്യ വാഹനം എന്താ? അൽക്കാസർ ആണ്. ഒരു 7 സീറ്റർ സെഗ്മെന്റ്, KL29 രജിസ്ട്രേഷൻ അല്ലേ? ഇതെങ്ങനെ ഡീറ്റെയിൽ വരുന്നത് മോഡൽ കാര്യങ്ങൾ? ഇത് 2022 മോഡല്, പ്ലാറ്റിനം ഓപ്ഷൻ എന്ന വേരിയന്റ് ആണ്, ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, വെറും 13,000 കിലോമീറ്റർ ഡ്രൈവൺ ആയിട്ടുള്ളൂ. അതായത് 4 വർഷമായിട്ട്. ഓക്കെ, വെറും 13,000. ഫുൾ കമ്പനി സർവീസ്, പീരിയോഡിക്കൽ എല്ലാം പോയിട്ടുണ്ട്. പീരിയോഡിക്കൽ എല്ലാ സർവീസും പോയിട്ട് ഇപ്പോൾ റീസെന്റ് 12,000 കിലോമീറ്റർ സർവീസ് കഴിഞ്ഞ് നിൽക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ എടുത്തിട്ട് നിങ്ങൾക്കൊരു 9,000 കിലോമീറ്റർ കൂടെ കഴിഞ്ഞിട്ട് അടുത്ത സർവീസ് ചെയ്താൽ മതി. ഓക്കെ, പ്രീമിയം പ്ലസ് ഏതാ ഓപ്ഷൻ പറഞ്ഞത്? പ്ലാറ്റിനം ഓപ്ഷൻ. സോറി, പ്ലാറ്റിനം. ഞാൻ ഓടിയിലേക്ക് പോയി. ഓക്കെ, പ്ലാറ്റിനം ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരിക? എല്ലാ ഫീച്ചേഴ്സും സിഗ്നേച്ചറാണ് ഏറ്റവും ടോപ്പ് സിഗ്നേച്ചർ. മുമ്പ് വരുന്ന ഓപ്ഷൻ. അതിൽ സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവും, ഇതിൽ അത് വരില്ല. ബാക്കി എല്ലാ ഓപ്ഷനും എല്ലാം ഉണ്ടാവും. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നതിന് ഇപ്പോൾ? നമുക്ക് 18,65,000 രൂപ. 18,65. മാനുവൽ ഓട്ടോമാറ്റിക്? ഇത് ഡീസൽ ഓട്ടോമാറ്റിക് അൽക്കാസർ ആണ്. 7 സീറ്റർ ആണ്. അതെ, 7 സീറ്റർ. ലോ കിലോമീറ്റർ ആണ് മെയിൻ ഇതിന്റെ ഹൈലൈറ്റ്. ഫുൾ ഹിസ്റ്ററി, പ്രോപ്പർ കമ്പനി മെയിൻ്റെനൻസ് അല്ലേ? ലോൺ എത്ര കയറും? ഒരു 17,000 മാക്സിമം ലോൺ തന്നെ കയറും. പൊതുവെ നിങ്ങൾ അൽക്കാസർ എങ്ങനെ പൊതുവെ വിൽക്കാറുണ്ടോ? കൂടുതലും നമ്മളത്തെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക് ഒക്കെ കാര്യമായിട്ട് ഉണ്ടാവാറ്. ഇതിന്റെ മൈലേജ് എങ്ങനെ കിട്ടും? ഏകദേശം മൈലേജ് അറൗണ്ട് ഒരു 16. ലോങ്ങിലൊക്കെ ടൗണിലൊക്കെ കുറയും. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. എത്ര സെയിം എഞ്ചിനായി വരുന്നുണ്ട്, മൈലേജ് എന്തായാലും ഉണ്ടാവും. ഒരു 17 കിലോമീറ്റർ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ലോങ്ങിൽ അത്രയും പ്രതീക്ഷിക്കാം. നല്ല ടയർ ഭാഗം ഉണ്ട് കേട്ടോ, ആ കിലോമീറ്ററേ ഉള്ളൂ. ടയേഴ്സ് ഉണ്ട് അല്ലേ? ഓക്കെ, എന്നാലും മാക്സിമം ലോൺ സൗകര്യത്തിൽ ഒരു 7 സീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് അൽക്കാസർ. അടുത്ത വണ്ടിയിലേക്ക് അടുത്തത് നല്ലൊരു അടിപൊളി ബ്ലാക്ക് സെൽട്ടോസ് ആണ്. ഇത് ഫുൾ ഓപ്ഷൻ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? ഫുൾ ഓപ്ഷന്റെ തൊട്ട് മുമ്പത്തെ ഓപ്ഷൻ HTX ആണ്. ഓക്കെ, സൺറൂഫും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇതിന്റെ മുകളിൽ GT ലൈനാ വരാം. GT. ഇത് KL80 രജിസ്ട്രേഷൻ ആണ്. എവിടെ 80? നമ്മൾ പത്തനാപുരം.
പത്തനാപുരം നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുടെ സ്ഥലം ഗണേഷ് കുമാർ സാർ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽ വരുന്നത്? ഇത് 2022 മോഡല് പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷനാണ്. വെറും 43,000 കിലോമീറ്ററാണ് റൺ ആയിട്ടുള്ളത്. 22 3 വർഷം മുതൽ ഇപ്പോൾ 4 വർഷം ആവാനായിട്ടുണ്ടാവും. ഓക്കെ. നോർമൽ ഓട്ടം തന്നെ, പെട്രോളിൻ്റെ മാനുവലാണ്. സെൽട്ടോസ് മാനുവൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട് തോന്നുന്നു അല്ലേ സെഗ്മെന്റ്? ഞാൻ ചെയ്യുന്ന വേറെ ഷോറൂം എന്നൊക്കെ പറയാറുണ്ട് ലോങ്ങിൽ അത്യാവശ്യം കിട്ടുന്നു, 16 കിട്ടാറുണ്ടെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് എങ്ങനെ അനുഭവം എങ്ങനെയുണ്ട്? നമ്മൾ അതിനെ കുറിച്ച് മൈലേജിനെ കുറിച്ച് വല്ലാതെ പറഞ്ഞു കൊടുക്കാറില്ല. ഡീസലാണ് നമുക്ക് നല്ല മൈലേജ്. ഒരു പെട്രോൾ വേരിയന്റ് ആയതുകൊണ്ട് ഒരു 12-16 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഇടയിൽ എന്തായാലും പ്രതീക്ഷിക്കാം. ടൗണിലൊക്കെ പെട്രോൾ വേണ്ടി പൊതുവെ അത്രേ കിട്ടുള്ളൂ, 11-12 ആ റേഞ്ചേ കിട്ടുള്ളൂ ടൗണിലൊക്കെ. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 0 ക്ലെയിം വണ്ടിയാണ്. പ്രോപ്പർ മെയിൻ്റെനൻസ്, പ്രോപ്പർ ഷോറൂം സർവീസ് ഉണ്ട്. ഓക്കെ. ഇതും ഫുൾ ഹിസ്റ്ററിയുള്ള വണ്ടി, മാനുവലാണ്. 43,000 കിലോമീറ്റർ അല്ലേ? ഓക്കെ. 2022 സെൽട്ടോസ് HTX ആണ്. ടോപ്പിലേക്ക് പോകുമ്പോൾ സീറ്റ് വെന്റിലേഷൻ ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. ഇപ്പോൾ നേരത്തെ 2 കണ്ട വണ്ടികൾക്ക് സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, അതേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും എല്ലാം. അതെ. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? എത്രയാണ്? നമ്മൾ 10,85 10,85,000 രൂപയ്ക്ക് 22 മോഡൽ 43,000 കിലോമീറ്ററോടെ ഈ ഒരു മാനുവൽ സെൽട്ടോസ് HTX നിങ്ങൾക്ക് കൊണ്ടുപോകാം. നല്ല ടയർ ഭാഗമുണ്ട്. ഇപ്പോൾ മാറിയതോ ടയർസ്? റീസെന്റ് മാറിയിട്ടുള്ളൂ. പുതിയ 4 ടയർസാണ് പുതിയത്. ഓക്കെ. അപ്പോൾ ലോണും ഒരു 9,900 കിട്ടും? അതെ, 9 രൂപ നോർമലി കിട്ടും. പിന്നെ പ്രൊഫൈലിനെ ബേസ് ചെയ്തിട്ട് 10 lakh വരെയും കിട്ടും. ഓക്കെ. സെൽട്ടോസിന് പൊതുവേ ഒരു ഖ്യാതി എന്ന് വെച്ചാൽ സെൽട്ടോസ് യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഒരുപാട് ഇറങ്ങുന്നുണ്ടെന്നുള്ളൊരു പരാതി ഉണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ എൻ്റെ കമൻറ്റ് ഉണ്ടായിരുന്നു, കംപ്ലൈൻറ്റ് കൊണ്ടാണ്. എന്താ അതിനെപ്പറ്റി പറയണ്ടേ? ജസ്റ്റ് അത് വണ്ടി എല്ലാവരും എടുക്കുന്ന യാത്രാ കംഫർട്ടും കാര്യങ്ങളും കണക്കൂട്ടിയിട്ടുണ്ട്. കംപ്ലൈൻറ്റ് കൊണ്ട് ഒരുവിധം സെല്ലല്ല വരുന്നത്. അതെ. ഓക്കെ. ആ കാരണം എന്താ വെച്ചാൽ അത്രയും പുതിയ വണ്ടി ഇറങ്ങിയത് കൊണ്ടാണ് യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഇങ്ങനെ വരുന്നത്. വേറൊന്നുകൊണ്ടല്ല. പുതിയ വണ്ടി ഇതിനേക്കാൾ കൂടുതൽ ഇറങ്ങുന്ന വേറെ വണ്ടികളുണ്ടാവും, കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഇറങ്ങുന്നില്ല. ഓക്കെ. പിന്നെ ഓരോരുത്തരുടെ ചിലപ്പോൾ എടുത്തിട്ട് എന്താ പറയുക, ചിലപ്പോൾ ഒരു ഉദ്ദേശ ടൈപ്പ് ആയിരിക്കില്ല. ചില ആൾക്കാർ ഫാമിലിയുടെ സമ്മർദ്ദം മൂലം എടുക്കും, അങ്ങനെയൊക്കെ വെക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു കംപ്ലൈൻറ്റുമായിട്ട് ബന്ധപ്പെട്ടല്ല. വണ്ടി നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം. വണ്ടീൻ്റെ ഇപ്പോൾ സെൽട്ടോസ് ഉപയോഗിക്കുന്ന ആളുകളുടെ നിങ്ങളൊന്ന് കമൻസിൽ രേഖപ്പെടുത്തുക, ഇതിനെ പറ്റിയുള്ള പേഴ്സണൽ അഭിപ്രായം എന്താണ് അല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് സെയിം നമ്മുടെ എർട്ടിഗയുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കിയ മാരുതി സുസുക്കി XL6 ആണ്. KL9 പാലക്കാട് രജിസ്ട്രേഷൻ വാഹനമാണ്. 6 സീറ്റർ വണ്ടി അല്ലേ? അതെ, 6. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡല്, 48,000 കിലോമീറ്ററാണ് ഡ്രൈവൺ ആയിട്ടുള്ളത്. 48. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. ആൽഫയാണ് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ, എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും, ഒന്നും നോക്കാനില്ല. 6 സീറ്റർ ആണ്. എർട്ടിഗാനെ പോലെ തന്നെ മൈലേജ് കിട്ടും അല്ലേ? ഏകദേശം 12-15 ഒക്കെ ഏകദേശം പ്രതീക്ഷിക്കാം. നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. ക്ലെയിമോ അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? 0 ക്ലെയിം വണ്ടിയാണ്. പ്രോപ്പർ മെയിൻ്റെനൻസ്, ഷോറൂം സർവീസ്. റീസെന്റ് സർവീസ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. ഓ അത് ശരി. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇനി അടുത്തൊരു 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് സർവീസ് ചെയ്താൽ മതി. ഓക്കെ. ടയേഴ്സ് ഉണ്ട് അല്ലേ? അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട്, കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സ് ഉണ്ട്. എത്രയാണ് ചോദിക്കുന്നതിനിപ്പോൾ? നമുക്ക് ഫൈനലായിട്ട് 10,75 ആയിട്ട് കൊടുക്കും. 10,75,000 രൂപയ്ക്ക് ഒരു 6 സീറ്റർ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകും. 2022 മോഡൽ 48,000 കിലോമീറ്റർ ഓടിയ ആൽഫ സിംഗിൾ ഓണർ ഉണ്ട് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. പ്രോപ്പർ കമ്പനി വേണ്ടിയിട്ട് വണ്ടി തന്നെയാണ്. നിങ്ങൾ എർട്ടിഗ നോക്കി നടക്കുന്നുണ്ട്, ഉറപ്പായിട്ട് എടുക്കാൻ പറ്റും. കാരണം സെയിം കാറ്റഗറി തന്നെയാണ് വരുന്നത് അല്ലേ? ഫീച്ചേഴ്സ് കൂടും. ഇതൊരു പ്രീമിയം ക്യാമറ അടക്കം വരും. ഇത് നെക്സസ് സീരീസ് ആണ് അല്ലേ? XL6. ഓക്കെ. 90% ലോൺ കയറുമല്ലോ? 90% ചെയ്യാം. ഓക്കെ. വേറെ ഒന്നും ഇപ്പോൾ ചെയ്യാനില്ല അല്ലേ? വേറെ റിസൾട്ട് ഒന്നും ചെയ്യാം. എല്ലാം കംപ്ലീറ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയി നിൽക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ നല്ലൊരു 6 സീറ്റർ സെൻട്രോ ക്യാപ്റ്റൻ സീറ്റാൻ വരെ നല്ല സുഖത്തിൽ യാത്ര ചെയ്യാം. അടുത്ത വണ്ടി വീണ്ടും ഒരു 6 സീറ്റർ SUV സെഗ്മെന്റ് ആണ്. KL9 പാലക്കാട് രജിസ്ട്രേഷൻ വരുന്ന മഹീന്ദ്ര TUV 300 അല്ലേ? അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് T6 എന്ന വേരിയന്റ് ആണ്, ഡീസൽ മാനുവലാണ്. ഫുൾ ഓപ്ഷൻ T8 ആണ്. അതിൻ്റെ തൊട്ട് താഴെ വരുന്നത്. അതെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിയർ വൈപ്പർ, ഡിഫോഗർ കാര്യങ്ങളൊക്കെ വരും അല്ലേ? അലോയ്സ് ഉണ്ടാവില്ല, അതേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. T6 ആണ്. ഏതായിരുന്നു മോഡൽ പറഞ്ഞാൽ? 2016 മോഡല്. 17 രജിസ്ട്രേഷൻ ഇല്ല അല്ലേ? 16 ആണ്. ഓക്കെ. ഓക്കെ. എത്ര ഓട്ടം പോയത്? ഇത് 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്റർ ആണ്. അത് നമുക്ക് ജെനുവിൻ പറയാൻ പറ്റുമോ? സർവീസും പ്രോപ്പർ സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. പീരിയോഡിക്കലി കറക്റ്റ് പോയിട്ടുണ്ട്. പീരിയോഡിക് സർവീസ്. ഓക്കെ. ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 38,000 കിലോമീറ്റർ. T6 ആണ് വാഹനം. നിലവിൽ എന്തെങ്കിലും സൗണ്ട്സോ കാര്യങ്ങളോ അങ്ങനത്തെ നിലവിൽ റിസൾട്ട് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട കേസുകളൊന്നുമില്ല. തുരുമ്പോ കാര്യമൊന്നുമില്ലല്ലോ? അങ്ങനത്തെ കേസുകളൊന്നും. ഓക്കെ.
മഹീന്ദ്രയാണ്, അതുകൊണ്ടാണ് ചോദിച്ചത് എടുത്തിട്ട്. നല്ല ബോഡിയാണ്, വേറെ ഒന്നുമില്ല. പെയിന്റ് കാര്യം ടച്ചപ്പ് ഒന്നും കയറിയിട്ടില്ലാന്ന് തോന്നുന്നില്ല. കാര്യമായിട്ട് ടച്ചപ്പ് ബമ്പറിൽ കയറിയിട്ടുണ്ട്, ബോഡിയിലൊക്കെ അങ്ങനെ കയറിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് 7 സീറ്റർ ആണ്. അതിന് പുറകിൽ സാധാ സീറ്റാണ്, ഓപ്പോസിറ്റ് നമ്മൾ നോക്കിയിരിക്കുന്ന ടൈപ്പ് സീറ്റ്. അതെ, ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? എത്രയാണ് ഇത്? 5,25,000. 5.25 ലക്ഷം രൂപയ്ക്ക് ഒരു SUV നിങ്ങൾക്ക് കൊണ്ടുപോകാം. 7 സീറ്റർ വാഹനം, 2016, വെറും 38,000 കിലോമീറ്റർ ഓടിയ T6. പൊതുവേ ഡീസലാണിത്. മൈലേജ് ലോങ്ങിലൊക്കെ ഒരു 14-15 ഒക്കെ കിട്ടുമായിരിക്കും ലോങ്ങിൽ, അല്ലേ? ആ റേഞ്ച് കിട്ടും. ടൗണിലൊക്കെ എന്തായാലും 11-12 അതിൻ്റെ മേലെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഡീസലാണ്, മാനുവലാണ്. ഏകദേശം എന്തായാലും കിട്ടും തന്നെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ചെറുതിൽ നിന്ന് ടൊയോട്ട സെഗ്മെൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ ഈ ഫോർച്യൂണർ ടൊയോട്ടയിൽ ആദ്യം നമുക്കിത് കാണാം. അത്യാവശ്യം നല്ല ഹൈറ്റ് കൂട്ടി നിങ്ങൾ കാണുന്നില്ല. ഇതിൻ്റെ റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ അബ്ബാരായിരിക്കും. കാരണം എന്ന് വെച്ചാൽ സാധാരണ ഫോർച്യൂണറിനേക്കാളും ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. KL77 നമ്പർ ആയി കഴിഞ്ഞു. ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, കേരള രജിസ്ട്രേഷനായി. ഇതൊക്കെയാണ് മോഡൽ കാര്യങ്ങളൊക്കെ. 2012 മോഡൽ, 2 വീൽ ഡ്രൈവ്, ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, അത്യാവശ്യം മോഡിഫിക്കേഷൻ ചെയ്ത ഒരു വെഹിക്കിളാണ്. അങ്ങനത്തെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതെ, മോഡിഫൈ ചെയ്യാൻ കാത്തുനിൽക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ, ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുതിയ 4 ടയേഴ്സ് ആണ്, മാക്സിസിന്റെ 4 ടയേഴ്സ് ഉണ്ട്. ഈ ഫുള്ള് കിറ്റ് മാറിയിട്ടുണ്ട്. ടൈൽ ലാമ്പ്, ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഓട്ടോ എത്ര പോയത്? ഓട്ടോ 1.95. സർവീസ് പ്രോപ്പർ ഷോറൂം സർവീസ് ആണ്. ടൊയോട്ടയുടെ സർവീസ് കഴിഞ്ഞ് നിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഒന്നും ചെയ്യാനില്ല, കൊണ്ടുപോവാ അല്ലേ, ഓടിക്കുക, അത്രയേ ഉള്ളൂ. കേരള നമ്പറായി, ലോണും കിട്ടും. എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് 10,85,000. 10.85. ലോൺ എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? ലോൺ ഒരു 9 lakh അറൗണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. 9 lakh. കേരള നമ്പറായ ഇനി ഒന്നും ചെയ്യാനില്ല. സാധാരണ NOC പ്രൈസ് നിങ്ങൾ കേൾക്കും, അതല്ല, അതിൻ്റെ മേലെ പിന്നെയോ 1.5-2 ലക്ഷം നിങ്ങൾ മുടക്കേണ്ടി വരും. ഇത് കേരള നമ്പറായി, ഒന്നും ചെയ്യാനില്ല അല്ലേ? അതെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ക്രിസ്റ്റ KL55 നമ്പറായി കഴിഞ്ഞു. തിരൂർ രജിസ്ട്രേഷനാണ്, മലപ്പുറം. നിങ്ങളുടെ ഡീറ്റെയിൽ? ഇത് 2017-18 G+ മാനുവൽ ട്രാൻസ്മിഷൻ. G+ മാനുവൽ ആണ്, 17 മോഡൽ, 18 രജിസ്ട്രേഷൻ. ഓക്കെ, മാനുവൽ കസ്റ്റം നോക്കി നടക്കുന്നുണ്ട്, എടുക്കാം. ഓട്ടോ എത്ര പോയി? ഇത് 1,45,000 കിലോമീറ്റർ. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഗ്ലാസ് മാത്രം, വേറെ ഒന്നും മാറിയിട്ടില്ല അല്ലേ? വേറെ മേജർ കേസുകളൊന്നുമില്ല. 17 മോഡൽ, 18 രജിസ്ട്രേഷൻ, G+ ആണ്. എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? നമുക്ക് 12,85,000. 12.85 17-18 മാനുവൽ ക്രിസ്റ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. കേരള നമ്പറായി, ഇതൊന്നും ചെയ്യാനില്ല, ലോണും കയറും. 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാം. അത്രയും ലോൺ കിട്ടുന്നുണ്ട്. 1 lakh കണ്ട ഇറക്കി കൊണ്ടുപോയി. അടുത്തതാ ഇന്നോവ വന്നു. KL40 നമ്പറായി, പെരുമ്പാവൂർ രജിസ്ട്രേഷനാണ്, സിൽക്കി ഗോൾഡ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2014 മോഡല്, G4 ആണ്. വീടിന്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അലോയ്സ് ചെയ്തിട്ടുണ്ടോ? അലോയ്സ് ചെയ്തിട്ടുണ്ട് അല്ലേ? 14 G4 വീല് അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്ത്. ആകെ ചെയ്യാൻ പറ്റാത്ത ഓട്ടോ ക്ലൈമറ്റ് AC ആയിരിക്കും. അതെ. അതുണ്ടാവില്ല. ഓക്കെ, ക്ലൈം കാര്യം എന്തെങ്കിലും? ക്ലൈം ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഗ്ലാസ് മാത്രം. ഓട്ടോ എത്രയാണ് പറഞ്ഞത്? ഓട്ടോ 1,90,000. 1.90. സർവീസ് ഉണ്ടോ ഇതിന്? സർവീസ് ഉണ്ട്. പ്രോപ്പർ ഉണ്ട്. ഓക്കെ, എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? നമുക്ക് 7,35,000. 7.35 2014 G4 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അലോയ്സ് ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. കേരള നമ്പർ ആവുകയും ചെയ്തു. ലോൺ ഒരു 6 ലക്ഷം കണ്ടാൽ 6 ലക്ഷം അറൗണ്ട് നമുക്ക് ഫിനാൻസ് ചെയ്യാം. അത്രയും കിട്ടും. ബാക്കി ഡൗൺ പേയ്മെന്റ് ഇട്ടാൽ മതി. അതെ. ഓക്കെ, വേറെ വർക്കൊന്നുമില്ലല്ലോ ഇപ്പോൾ ചെയ്യാൻ? നിലവിൽ പെൻഡിങ് വർക്കുകളൊന്നുമില്ല. നിങ്ങൾ സർവീസ് ചെയ്തിട്ടാണോ കൊടുക്കാറ് വണ്ടി? പൊതുവെ ജനറൽ സർവീസ് കോമൺ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ ചെക്കപ്പും നമ്മൾ ചെയ്തിട്ടാണ് കൊടുക്കാറുള്ള അല്ലേ? ഓക്കെ, അതാണ് നല്ലത്, സേഫ്. കാരണം ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കാണ്ട് ഓർമ്മിക്കാണ്ട് ഓടിച്ചിട്ട് പെട്ടെന്ന് എന്തെങ്കിലും പറ്റിയാലും അതും പ്രശ്നമാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്ത ക്രിസ്റ്റ ഒരു ഗ്രേ കളർ വാഹനം. ഇവനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഹരിയാനയാന്ന്, പക്ഷെ മാറി, ഇങ്ങോട്ടേക്ക് മാറി കഴിഞ്ഞു. നമ്പർ പ്ലേറ്റ് ഇട്ടില്ല എന്നേ ഉള്ളൂ. പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ, KL53 മാറി കഴിഞ്ഞ വണ്ടിയാണിത്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡല്, G4 ആണ് വേരിയന്റ് വരുന്നത്. ഓക്കെ, മാനുവൽ ട്രാൻസ്മിഷൻ. മാനുവൽ G4 മാനുവൽ 18 ആണ്. സീറ്റ് കവറൊക്കെ ഒരു റെഡ് ഫിനിഷ് മൊത്തത്തിൽ സ്റ്റിയറിംഗിലും കാര്യത്തിലും ഒക്കെ ചെയ്തിട്ടുണ്ട്, പില്ലറിലൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ. ഓക്കെ, സർവീസ് ഉണ്ടോ ഇത്? പ്രോപ്പർ ഇല്ല. ഇപ്പോൾ റീസെന്റ് ഇപ്പോൾ 1.30 സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, പ്രോപ്പർ ഹിസ്റ്ററി ഇല്ല അല്ലേ? പ്രോപ്പർ ഹിസ്റ്ററി ഇല്ല. എന്തായാലും ഫുള്ള് ചെക്ക് ചെയ്തല്ലോ? ഫുള്ള് ചെക്ക് ചെയ്താണ്. മേജർ ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ, ഇൻഷുറൻസ് കാര്യമൊക്കെ ഇപ്പോൾ എല്ലാ വണ്ടിക്കും ഉണ്ടോ? ഓൾമോസ്റ്റ് ഇൻഷുറൻസ് നമ്മൾ ഇത് ഇപ്പോൾ പുതിയ ഇൻഷുറൻസ് നമുക്ക് എടുത്തു കൊടുക്കാം. പുതിയ കേരള രജിസ്ട്രേഷനിലെ ഇൻഷുറൻസ് നമുക്ക് എടുത്തു കൊടുക്കാം. ഇത് ബാക്കിയുള്ളതൊക്കെ പേപ്പർ വാലിഡിറ്റി ഉണ്ട്. ഇൻഷുറൻസും കാര്യമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ 18 G4 ആണ്, മാനുവൽ. എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 13,80,000. കേരള നമ്പറായ KL53 നമ്പറായി കഴിഞ്ഞു.
ഇനി ഒന്നും ചെയ്യാനില്ല, ഇതിന് ലോൺ കയറും. ഒരു 12 ലക്ഷം ലോൺ കിട്ടും. ഒരു 12 ലക്ഷം ഷുവറായിട്ട് നമുക്ക് ലോണും കിട്ടും. ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് എടുത്ത് കൊണ്ടുപോകാം അല്ലേ? അതെ അതെ. ഓക്കെ, ഇത് സർവീസ് ഇപ്പോൾ കഴിഞ്ഞ് വെച്ചേക്കാണ് നിങ്ങൾ? സർവീസ് കഴിഞ്ഞ് വെച്ചാണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. ക്രിസ്റ്റ തന്നെ ഹരിയാന രജിസ്ട്രേഷനിൽ തന്നെയാണ് ഇത് മാറിയിട്ടില്ല അല്ലേ? ഇത് നമുക്ക് കസ്റ്റമറുടെ പേരിലേക്ക് നേരെ NOC ആണ് എടുത്തു കൊടുക്കുക. NOC എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം ആവുമേ. അതെ, നമ്മളൊരു 20 വർക്കിംഗ് ഡേയ്സാണ് പറയുന്നത്. 20 വർക്കിംഗ് ഡേയ്സ്, ചിലപ്പോൾ അതിൻ്റെ മേലെ ആവും. അതെ അതെ. എൻ്റെ ഒരു അനുഭവം ഇപ്പോഴത്തെ എനിക്ക് കിട്ടുന്ന പരാതികളുടെ കൂട്ടത്തിലൊരു വാഹനം എടുത്തായിരുന്നു. നമുക്ക് 20 വർക്കിംഗ് ഡേയ്സിൽ ആയിട്ടുണ്ട്. പാർട്ടി വേൾഡ് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് ലോണൊക്കെ പാസ്സാക്കി കൊടുത്തു. ഓക്കെ, എന്തായാലും അവരുടെ അടുത്ത് പറയുമ്പോൾ കുറച്ച് കയറ്റി അവർക്കൊരു സമാധാനം പറയാറുള്ളൂ. അവർക്കൊരു സമാധാനമല്ലേ? എന്തായാലും ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ മോഡൽ കാര്യങ്ങളൊക്കെ? 18 മോഡല് G4 മാനുവൽ ട്രാൻസ്മിഷൻ. 18 സെയിം G4 മാനുവൽ ട്രാൻസ്മിഷൻ 18 മോഡൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കേരള നമ്പർ ആക്കിയിട്ട് അതേ വിലക്ക് തന്നെ കൊടുക്കാൻ പറ്റുമോ? അതേ പ്രൈസിൽ തന്നെ കൊടുക്കാം. എത്രയായിട്ട് പറഞ്ഞാണെങ്കിൽ NOC പ്രൈസിൽ കൊടുക്കാം. കേരള നമ്പർ ആക്കിയിട്ട് എത്ര? 13? ഇത് 1370 ആയിട്ട് കൊടുക്കാം. 13 പറഞ്ഞത് നമ്മൾ 1380 ആയിരുന്നു. ഓക്കെ, ഇത് 1370 കൊടുക്കാം. ഇത് ഓട്ടോ എത്രയാ? ഇത് 115. ഇത് പ്രോപ്പർ സർവീസ് ഉണ്ടോ? റീസെന്റ് ഇപ്പോൾ ഒരു 500 കിലോമീറ്റർ മുമ്പ് സർവീസ് ടൊയോട്ടയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ബാക്കിയെല്ലാം പ്രോപ്പർ ആണോ? അതിന്റെ മുന്നത്തെ ബാക്കി ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും. അവിടെ വന്നിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് സർവീസ് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഒന്നും ചെയ്യാനില്ല. വൈറ്റ് ക്രിസ്റ്റയാണ്. ഓരോ കളറിന്റെ ഓരോ ആരാധകരുണ്ടാവും അല്ലേ? വൈറ്റ് തപ്പി നടക്കുന്നവർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങളുടെ RTOയിലേക്ക് NOC എടുത്തു തരാൻ പറ്റും. വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും, അതും കൂടെ ശ്രദ്ധിക്കുക. അതുകൂടെ കണ്ടിട്ട് എടുക്കുക വണ്ടി. ഓക്കെ, ചിലർക്ക് വണ്ടി വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് പിന്നെ NOC കിട്ടിയില്ല, അങ്ങനത്തെ പേടികളൊക്കെ ഉണ്ടാവും. അതിനെപ്പറ്റി എന്താ പറയുക? രണ്ട് രീതിയിലായിട്ടുള്ള രീതിയിൽ നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നത്. എന്താ കൊടുക്കുന്നത്? നമ്മളൊന്നുമില്ലെങ്കിൽ NOC പ്രൈസിലായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ കേരള രജിസ്ട്രേഷൻ നമ്മളെ റിസ്കിലായിട്ട് നമ്മൾ ആക്കി കൊടുക്കും. ചില ആൾക്കാരുണ്ടല്ലോ, വണ്ടിക്ക് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പ്രൈസൊക്കെ തന്നിട്ട് അവർ കൊണ്ടുപോകും, പക്ഷേ NOC പ്രൈസ് കൊണ്ടുപോയിട്ട് അവർക്ക് NOC കിട്ടുമോ എന്നുള്ള പേടി ഉണ്ടാവും. അല്ല, നമ്മൾ അങ്ങനത്തെ പലരും എന്നെ വിളിക്കാറുണ്ട്. അത് ഗ്യാരണ്ടിയില്ല കൊടുക്കുക, നമ്മൾ സ്ഥാപനമായിട്ടില്ല, നമ്മൾ ഗ്യാരണ്ടിയില്ല കൊടുക്കുക. അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിപ്പോൾ NOCയിൽ എത്രയാണ് പറഞ്ഞത്? NOCയിൽ നമുക്ക് 1180. കേരള രജിസ്ട്രേഷൻ ചെയ്തിട്ടാണെങ്കിൽ 1370. ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ വീട്ടിൽ നിന്ന് കാണിച്ചതാണ്. ഇതിപ്പോൾ ഷോറൂമിൽ അവിടെ എന്തോ വർക്ക് നടക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. വേറെ വണ്ടികളുണ്ട്, ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ. സ്റ്റാർട്ടിങ് ചെറിയ സെഗ്മെൻ്റൊക്കെ ഏതാ ഉള്ളത്? ഇപ്പോൾ 3 ലാക്ക് മാക്സിമം 3 ലാക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ വീഡിയോയിൽ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്താൻ വിട്ടുവരുത്. നിങ്ങളുടെ കമൻസ് വായിക്കാതെ ഒറ്റ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകില്ല. കമൻസ് എല്ലാം വായിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും കമൻസിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. എല്ലാവർക്കും നന്ദി. ബൈ.